റാപ്പ് സിംഗർ വേടൻ റേപ്പിനകത്താകുമോ ധന്യ? അതല്ല പ്രയോഗം, റാപ്പർ റേപ്പിനകത്ത്. കറക്റ്റാണ്. വേടനെ ആരാധിക്കുന്ന ഒരുപാട് ആൺകുട്ടി പെൺകുട്ടികൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ വേടനെ അറിയാത്തവരും കുറേ പേരുണ്ട്. ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾക്ക് ശേഷമാണ് വേടനെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പാട്ട്, ഈ കടലമ്മ കരഞ്ഞല്ല പറ്റിയത്, ആ പാട്ട് ഇതാരാ പാടിയെന്ന് നോക്കിയാണ് ഞാൻ ഈ പുള്ളിയെ തന്നെ അറിയുന്നത്. അല്ലാതെ നമ്മൾ ഇതിലോട്ടൊന്നും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആളായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ, ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു ന്യൂസ് കൊടുത്തിരുന്ന എല്ലാത്തിലും വന്ന ന്യൂസാണ്. വേടൻ ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു, അതിൽ ആ കുട്ടി പരാതി നൽകി. ആ പരാതിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇയാൾ ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണ്. ഈ പെൺകുട്ടി PGക്ക് പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ട് പിന്നീട് മെസ്സേജുകൾ അയച്ചു തുടങ്ങി. മെസ്സേജുകൾ അയച്ചതിന് ശേഷം പിന്നീട് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഫോൺ നമ്പർ വാങ്ങുന്നു. പിന്നീട് ഫോൺ നമ്പറിൽ നിരന്തരം വിളിക്കുന്നു, സംസാരിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഞാൻ ഫ്ലാറ്റിലോട്ട് വന്നോട്ടെ എന്ന് പെൺകുട്ടിയോട് ചോദിക്കുന്നത്. പെൺകുട്ടി വന്നോളാൻ പറയുന്നു. അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുന്നു, ഞാനൊരു ചുംബനം തരട്ടെ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായും രണ്ടുപേരും ആ സമയത്ത് പ്രണയത്തിലാവുന്നു. ചുംബനം ചോദിക്കുമ്പോൾ സമ്മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ചുംബനം വാങ്ങിക്കലാണ്. അത് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പെൺകുട്ടി തന്നോളൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ആ പെൺകുട്ടിയെ തൂക്കിയെടുത്ത് കട്ടിലേക്ക് ഇടുന്നു. പിന്നെ നടന്നതൊന്നും അവളുടെ സമ്മതമില്ലാതെയാണ് എന്നാണ് അവൾ പറയുന്നത്. ഈ ഉമ്മം വയ്ക്കാൻ മാത്രം, അതായത് ചുംബനം നൽകാൻ മാത്രമുള്ള അനുവാദമാണ് ഞാൻ നൽകിയിരുന്നത്. പിന്നീട് എന്നെ ഉപദ്രവിച്ചാണ്. അതിനുശേഷം ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ വിവാഹം കഴിക്കും, പേടിക്കേണ്ട, നിന്നോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞാണ് ആ ഫ്ലാറ്റിൽ നിന്ന് ഇയാൾ പോകുന്നത്. ഈ 3 ദിവസം ആ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇയാൾ പിന്നെ ഈ വേടന്റെ പാട്ടുകളോട് പ്രണയം തോന്നിയാണ് പല പെൺകുട്ടികളും ഇയാൾക്ക് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി മെസ്സേജ് അയച്ചത് എന്നാണ് പറയുന്നത്. 2022 ഈ പെൺകുട്ടി കൊച്ചിയിൽ താമസിക്കുമ്പോൾ, ജോലിയിൽ പ്രവേശിച്ച് താമസിക്കുമ്പോൾ വേടൻ അവിടെ എത്തി. ഒരുപാട് ദിവസം അവിടെ താമസിച്ചു, നിരന്തരം തന്നെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരാൾ ദിവസവും ഒന്നാമതൊരു ഡോക്ടർ പെൺകുട്ടിയാണ്. അപ്പോൾ ഒരാള് മാസങ്ങളോളം അയാൾക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള അനുവാദം കൊടുത്തത് ഈ പെൺകുട്ടിയാണ്, അല്ലെ? ഇല്ലാതെ അയാൾ അവിടെ നിൽക്കില്ലല്ലോ. ഈ പെൺകുട്ടി ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ഇയാൾ നിരന്തരം ഉപദ്രവിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ആരോടൊക്കെ പരാതിപ്പെടാം? അതാണ് എന്റെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത്രയും നാൾ സഹിച്ചത് എന്തിനാണ്? അപ്പോൾ തന്നെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? അല്ല, അത് എന്താ ചേച്ചി, ചിലവർക്ക് ഈ ബലാത്സംഗം എന്ന് അറിയുന്നത് ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ അവർക്ക് ഇത് ബലാത്സംഗമാണെന്ന് അറിയില്ല. നമ്മൾ പ്രതികരിക്കേണ്ടത് ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചാലല്ലേ അത് നമ്മളറിയാതെ നമ്മളൊരാൾ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റണം, അല്ലേ? അതെ അതെ. അല്ലാതെ നമ്മൾ അതിൽ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചൈൽഡ് അബ്യൂസ് നേരിട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ. എനിക്ക് എൻ്റെ 4, 5, 6 വയസ്സിലാണ്. എനിക്കതൊരു മിന്നൽ പോലത്തെ ഒരു ഓർമ്മയുള്ള ഞാൻ ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടിയാണത്. പക്ഷെ ഇത്തരം അവസരങ്ങളിൽ ഞാനത് പറയുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടാറുണ്ട്. ആ സമയത്ത് എനിക്ക് 6-7 വയസ്സിൽ ഞാൻ എന്ത് പ്രതികരിക്കാനാണ്? അത് ആ കാലഘട്ടവും കൂടി അങ്ങനെയാണ്. പക്ഷേ കുറേ കാലത്തിന് ശേഷം ഞാൻ ആ വ്യക്തിയെ വീണ്ടും കണ്ട സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നീ എന്തിനാണ് അന്ന് എന്നെ അങ്ങനെ ചെയ്തത് എന്ന് പോലും ചോദിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ അയാളെ കണ്ടാൽ അത് ചോദിക്കില്ല. കാരണം ഞാനത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ്. പക്ഷെ ഇമോഷണലി എന്നല്ല, നമ്മളെ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോ, നമ്മളെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോ അയാൾ തൊട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോയി, അയാളുടെ ആവശ്യം നിറവേറ്റിട്ട് അയാൾ പോയി. പക്ഷേ അതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഡ്രോമയുണ്ട്, മരണം വരെ നമ്മൾ അതിൽ നിന്ന് മോചിതയാവാത്തൊരു ഡ്രോമയുണ്ട്. അത് രണ്ടാമതൊരാൾക്ക് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന, നമ്മൾ ഈ മെന്റലി ഡിപ്രഷൻ ആകുന്നതും മൈൻഡ് കൈവിട്ട് പോകുന്നതും ഒക്കെ ആ സമയത്താണ്. നമുക്കത് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പെൺകുട്ടികളോട് പറയാനുള്ള, നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്ന പ്രായം, അത് 5 വയസ്സാണെങ്കിലും നിങ്ങൾ അപ്പം പ്രതികരിക്കുക. അതിന് ഒട്ടും സമയം ബാക്കി വെക്കരുത്. നിങ്ങളുടെ ദേഹത്ത് ബാഡ് ടച്ചും ഗുഡ് ടച്ചും പഠിപ്പിച്ച് തന്ന വീട്ടുകാർ, നിങ്ങളോടൊപ്പം വീട്ടുകാർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ പ്രതികരിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ അത് കഴിഞ്ഞ് 2023
മാർച്ചിൽ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു. ജൂലൈ 14 കൊച്ചിയിലെ ഹോട്ടലിൽ സംഗീത നിശയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പറഞ്ഞാണ് മടങ്ങിയത്. എന്നാൽ വന്നില്ല. അതോടുകൂടി അയാൾ പൊടിയും തട്ടി പോയി എന്നാണ്. എന്നാൽ തുടർന്ന് വേടന്റെ സുഹൃത്തുക്കളെ വിളിച്ചു. ജൂലൈ 15 ഇയാൾ വീണ്ടും എത്തി. വീണ്ടും ഈ സുഹൃത്തുക്കളുമായി ഫ്ലാറ്റിലെത്തി. ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നിരന്തരം എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് നീയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല. എനിക്ക് മറ്റു പെൺകുട്ടികളെ സെക്സ് ചെയ്യാൻ നീ ഒരു തടസ്സമാണ്. ഒരു പെൺകുട്ടിയോട് പറഞ്ഞ കാര്യമാണ്. ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിർത്താം. കാരണം രണ്ടുപേരുടെ ഉഭയസമ്മത പ്രകാരം തന്നെയാണ് ഈ ലൈംഗികത നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സെക്സ് നടന്നിട്ടുള്ളത്. ലാസ്റ്റ് പറഞ്ഞ സെന്റൻസിൽ അവിടെയാണ് യോജിക്കാൻ കഴിയാത്തത്. വേണ്ടെങ്കിൽ വേണ്ട, അതിന് പറയുന്ന കാരണമാണ് നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല, നീയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്കൊരു താല്പര്യവുമില്ല, മറ്റുള്ള പെൺകുട്ടികളുമായി എനിക്ക് സെക്സ് ചെയ്യണം, നീ ഒരു തടസ്സമാണ്, അതുകൊണ്ട് നമുക്ക് പിരിയാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാരണം, ഒരു ബ്രേക്കപ്പിന് ഇങ്ങനെ ഒരു കാരണമൊക്കെ ഒരാൾ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അയാളുടെ ഒരു ചിന്താഗതി എത്രത്തോളം അല്ലെ, അയാള് പാടുന്ന പാട്ടുകൾക്ക് പിന്നെ എന്താ പറയുക, എന്താ ആ വാക്ക് എനിക്ക് വരുന്നില്ല, നമ്മൾ അതിനോടൊരു ഇത് കാണിക്കില്ലേ, ഇഷ്ടം അതൊന്നും തോന്നില്ല എന്നുള്ളതാണ്. ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇയാളൊരു പാട്ട് പാടുന്ന ആ പാട്ടിലെല്ലാം ഒരു അർത്ഥമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇയാളുടെ പാട്ടുകൾ ഈ അടുത്ത കാലത്ത് കേൾക്കുമ്പോഴൊക്കെ. സിൻസിയർ അല്ലാന്ന് തോന്നുന്നു. അയാൾ ഒരു സിൻസിയറും അല്ല. ആണെങ്കിൽ അയാൾ ആ പാടുന്ന പാട്ടിനോട് പോലും അയാൾക്കൊരു സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ അയാളൊരു സ്ത്രീയോട്, കാരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അയാൾ പാടുന്നുണ്ട്. ഈ പിന്നെ എന്താ, ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അർത്ഥവത്തായ പാട്ടുകൾ. അത് ഇയാൾ എഴുതുന്നതാണോ മറ്റാരെങ്കിലും അതൊന്നും നമുക്കറിയില്ല. പക്ഷെ പാടുമ്പോൾ നമുക്കത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ നമുക്ക് മിന്നിമായുന്ന ഒരു ഇത് തോന്നും, റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. അപ്പോൾ അത്തരത്തിൽ പാടുന്ന ഒരാൾക്ക് എന്ത് സിൻസിയർ ആണുള്ളത്. ഒരുപാട് പെൺകുട്ടികളോട് ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഇനിയും പെൺകുട്ടികൾ ചിലപ്പോൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സൈബർ ഇടങ്ങളിലൊക്കെ വേടന് വലിയ പിന്തുണയായിരുന്നു. ഈ ലഹരി കേസൊക്കെ വന്നപ്പോഴും പുലിനഖത്തിന്റെ കേസ് വന്നപ്പോഴും ഒക്കെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയം, അവിടെ സർക്കാരിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ഇയാൾ ആദ്യം പോകുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം. അന്ന് വളരെ ആദരവോടെ ബഹുമാനത്തോടെയൊക്കെ വേണം സംസ്ഥാന സർക്കാർ ഇയാളെ ആഗമിച്ചിരുത്തിയത്. പക്ഷേ ഒരു സ്ത്രീലമ്പടനാണെന്നും സ്ത്രീകളോട് ലൈംഗിക വൈകൃതം കാണിക്കുന്ന ഒരു മനുഷ്യനാണെന്നും ഇയാൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണെന്ന് ഒരാൾക്ക് പോലും അനുകരിക്കാൻ പറ്റാത്ത സ്വഭാവം അല്ല ഇയാള്. കാരണം ഒരാൾക്ക് പോലും ഇയാളെ സ്വഭാവം അനുകരിക്കാൻ കഴിയില്ല. അത്രമാത്രം മോശപ്പെട്ട ഒരാളെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇത്ര ആദരവായി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്.